കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് എന്ന ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ ആരോപണം വളരെ ഗൌരവമുള്ളതാണെന്ന് ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. അതിനെ വെള്ളപൂശാൻ സിപിഎം ജില്ലാ സെക്രട്ടറി എത്ര തന്നെ ശ്രമിച്ചാലും പൊതുസമൂഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും ഹരിദാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പാർട്ടിക്ക് അദ്ദേഹം 2 വർഷമായിട്ട് പരാതി നൽകിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ 2 വർഷമായിട്ട് സിപിഎം അന്വേഷണം നടത്തുക, അതിനപ്പുറം ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് പോലും നിയമവ്യവസ്ഥിതിക്ക് വിട്ടുകൊടുക്കാതെ സിപിഎം സ്വന്തം അന്വേഷണം നടത്തി കുറ്റക്കാരെ വെള്ളപൂശുകയാണ്. കണ്ണൂർ ജില്ലയിലെ സിപിഎം നേതാക്കന്മാർക്ക് കൊട്ടേഷൻ സംഘവുമായിട്ടും സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടും ബന്ധമുണ്ട് എന്ന് കണ്ണൂർ ജില്ലയിൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത്. ചില ആളുകളുടെ പേരും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാനായിട്ടാണ് അവരോധിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ഷാജറിനെ യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം നൽകുകയാണ് എം വി ജയരാജൻ ചെയ്തത്. എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല, ഈ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല, ഇത് മറ്റൊരു പാർട്ടിയാണ് എന്നൊക്കെയാണ്. എം വി ജയരാജൻ അറിയാതെയാണോ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഘങ്ങൾ വാഴുന്നത്? സിപിഎം ഓഫീസാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ തലവന്മാരായി സിപിഎം നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണത്തിൽ ഒതുങ്ങാതെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നതെന്നും ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു.